ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഞാൻ വീഡിയോ എടുത്താലും ഈ ഒരു ഈച്ച ഇവിടെ കിടന്ന് കറങ്ങും. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഈച്ച ഉണ്ടായിരുന്നു. എനിക്കിതിന് സ്റ്റോപ്പ് ചെയ്യാൻ വയ്യായിട്ടാണ്, കുറേ നേരം കൊണ്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വയ്യ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 2 മാസമായിട്ടോ, 2 മാസത്തോളമായി. അപ്പം എനിക്കെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും കൂടിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 മാസം ഞാൻ ഫസ്റ്റിലെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ, അതായത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നോ ഇതിൻ്റെ റൂളുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവളിങ്ങനെ പറയും, കണ്ട സമ്മതിക്കത്തില്ല പ്ലീസ് ഒന്ന് തോന്നരുത്, എനിക്കിനി ടേക്ക് എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ കുറേ നേരം കൊണ്ടിരുന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക പ്ലീസ് ഗൈസ്. അപ്പോൾ ഒരു ഈച്ച കാരണം എൻ്റെ വീഡിയോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇനി ഞാൻ ഈച്ചയെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 2 മാസമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു യൂട്യൂബ് ജേർണിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കുണ്ടായ കുറേ മിസ്റ്റേക്കുകളും എനിക്ക് ഉണ്ടായ കുറേ ബെനിഫിറ്റ്സുകളും ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എനിക്കുണ്ടായ മിസ്റ്റേക്കുകൾ പറയാം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ചുമ്മാ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക, റവന്യൂ കിട്ടും, അതിനകത്ത് വ്യൂസ് അനുസരിച്ച് റവന്യൂ കിട്ടും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല. കുറേ കാര്യങ്ങൾ നമ്മളതിനകത്ത് അറിയാനുണ്ട്, കുറേ റൂളുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് റവന്യൂ, അത് നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമുക്കൊരു ഫസ്റ്റ് കടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ഓൺ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മോണിറ്റൈസേഷൻ ഓൺ ആവണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ആ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് കോപ്പിറൈറ്റ്സ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, റീയൂസ്ഡ് കണ്ടന്റും കാര്യങ്ങളും ഒന്നും വരാതെ, അങ്ങനെ കുറേ റൂളുകളും കാര്യം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ലാഗായി പോകും. അപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ ലൈവിൽ വന്ന സമയത്ത് കുറേ പേര് ചോദിച്ചതിൻ്റെ കുറച്ച് ഡൗട്ട്സ് മാത്രമാണ് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഫസ്റ്റിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുക, അപ്ലോഡ് ചെയ്യുക, ആൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടുക, അങ്ങനെ ആയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ, ആദ്യമൊക്കെ ഷോർട്സ് വീഡിയോസ്, അതായത് എൻ്റെ ഫോണിൽ കിടന്ന ഷോർട്സ് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് വ്യൂസ് ഒക്കെ അത്യാവശ്യമൊക്കെ കയറി ഒരു 3K 4K എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ജസ്റ്റ് ഒന്ന് ഇടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഷോർട്സ് വീഡിയോസിൻ്റെ വേറെ സെക്ഷനും ലോങ് വീഡിയോയുടെ വേറെ സെക്ഷനുമാണ്. പക്ഷേ നമുക്ക് ലോങ് വീഡിയോയ്ക്കകത്ത് നിന്നാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മീൻ കറിയുടെ വീഡിയോ ഇട്ടു കേട്ടോ. അപ്പോൾ മീൻ കറിയുടെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നമുക്കൊരു നാണക്കേടാണല്ലോ, ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ആളുകൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ഞാൻ ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ നല്ലൊരു പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തു, ഭയങ്കര ഗെറ്റപ്പിലൊക്കെ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ അതിനകത്ത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചു. അപ്പോഴത്തേക്ക് എനിക്കൊരു ഡൗട്ട്, കാരണം നമ്മൾ കുറേ വീഡിയോസൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയാറില്ലേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം അത് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ വേറെ വലിയ സംഭവമാണ്. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇതെന്താണെന്നുള്ളത് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ കയറിയിട്ട് കോപ്പിറൈറ്റ് എന്താണെന്നുള്ളത് ഞാൻ നോക്കി. അപ്പോൾ കോപ്പിറൈറ്റ് എന്താണെന്നുള്ളത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, യൂട്യൂബിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പാട്ടുകൾ, ഇപ്പോൾ അല്ലാതുള്ള പാട്ടുകളൊക്കെ നമ്മൾ ഇതിനകത്ത് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആഡ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കോപ്പിറൈറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഞാൻ കരുതിയിട്ട് പെട്ടെന്ന് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിന് ഞാൻ ആ ഒരു സെർച്ച് ചെയ്തുകൊണ്ട് പിന്നെ അതിൻ്റെ താഴെ അടുത്ത ഇത് വന്നു, നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യരുത്, നമ്മളത് എന്താ പറയുക, അതിന് വേറെ കുറേ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നീട് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തുടക്കമല്ലേ, അപ്പോൾ അതൊക്കെ യൂട്യൂബ് എന്താണെന്നുള്ളത് A to Z അറിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോസൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ഞാൻ ഇൻട്രസ്റ്റിംഗ് ഇല്ലാതാണ് വീഡിയോസൊക്കെ ഇട്ടത്. പക്ഷേ ഷോർട്സ് വീഡിയോസ് ഇതിനകത്ത് ഇങ്ങനെ വ്യൂസ് 4K 5K 6K എന്നൊക്കെ പറഞ്ഞ് കൂടുന്നുണ്ടപ്പോൾ ഭയങ്കര ഒരു തരാം അടുത്ത വീഡിയോസ് നമുക്ക് ലോങ് വീഡിയോ ഇട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ലോങ് വീഡിയോയ്ക്ക് ഒന്നും അധികം വ്യൂസൊന്നും അധികം എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ലോങ് വീഡിയോ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമില്ല, ഇത് വലിയൊരു സംഭവമാണ്, ഇതിനെപ്പറ്റി കുറേ പഠിക്കാനുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇതിൻ്റെ A to Z പഠിക്കാനായിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ ഓരോന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് കേസ് മനസ്സിലായത് ഞാൻ ഈ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി കാലഘട്ടം വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരി ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്താ ഏതാന്നുള്ളത് അവസാനം എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചത്, കുറേ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അത്യാവശ്യം മനസ്സിലാക്കിയ റൂളുകൾ അനുസരിച്ചിട്ട് വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞ് നോക്കി. അപ്പോൾ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ലൈവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിലോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ലൈവ് വീഡിയോസ് കാണാനും കമൻറ്റ് ഇടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ ലൈവ് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിച്ചു, ഇത് ലൈവ് ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്, ഇതിനകത്ത് കയറിയിട്ട് വല്ല ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലൈവ് എന്നുള്ളത്. അതായത് നമ്മൾ ലൈവിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, വേറെ പണിയൊന്നും ഇല്ല ഈ ലൈവിൽ കയറി എന്തിനാണ് ഇരിക്കുന്നത്, വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവിൽ കയറിയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ലൈവിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിനകത്ത് വാച്ചിങ് ആളുകൾ കൂടുതൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് വാച്ച് ഹവേഴ്സ് കിട്ടും.
നമ്മൾ ആ ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വാച്ച് ഓവർ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു 2 മാസം ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ എനിക്കൊരു 200 സംതിങ് ഒക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളായിരുന്നു. അതായത് ഷോർട്സ് കണ്ടും ഉള്ള ദുനിയാവിലുള്ള എല്ലാവർക്കും ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുത്തു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഞാൻ എൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന കുടുംബക്കാർക്ക് വരെ ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് കയറുന്നവരല്ല. നമ്മുടെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ മനസ്സിലാക്കി നമ്മളോട് സ്നേഹം തോന്നിയിട്ട് നമ്മളെ സബ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കുറച്ച് കണ്ടിട്ട് സബ് ചെയ്യുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി. പെട്ടെന്ന് തന്നെ 1K ആയി, 2K ആയി, 3K ആയി. ഇനി നമുക്ക് അങ്ങോട്ട് K അടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലൈവ് കയറിയതിന് ശേഷമാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ലൈവിന് വലിയ കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല. കാരണം ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് 4 മണിക്കാണ് ലൈവ് ഇടുന്നതെന്നുണ്ടെങ്കിലും നാളെ കൃത്യം ആ ഒരു 4 മണിക്ക് ലൈവ് ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറക്റ്റായിട്ട് വരുന്ന വ്യൂവേഴ്സിനും ആ ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലത്തുള്ളൂ. നമുക്കൊരു ടൈമിംഗ് വേണം. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും 4 മണിക്കാണ് ലൈവ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നോക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തിരക്കി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫ്രീ ആവുന്ന ടൈം നോക്കിയിട്ടാണ് ലൈവ് ഇടുന്നത്. അങ്ങനെ ചെയ്തിട്ട് പോലും എനിക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അതേപോലെ എൻ്റെ വാച്ച് ഓവർ കൂടി. ഞാൻ ആദ്യം ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പം എനിക്ക് വാച്ച് ഓവർ നീങ്ങുന്നേ ഇല്ലായിരുന്നു, അങ്ങ് അറ്റത്ത് കിടക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ വാച്ച് ഓവർ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ് കേട്ടോ. ഈ ഒരു ലൈവിലെ വാച്ച് ഓവർ കയറി വന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ വീഡിയോസും കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. വീഡിയോസ് ഇടണം, ഷോർട്സ് ഇടണം. ലൈവിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്തിട്ടും കാര്യമില്ല. ഇത് 3 കണ്ടിന്യൂസ് ആയിട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിജയം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് റവന്യൂ ഒന്നും കിട്ടി തുടങ്ങിയില്ല കേട്ടോ. അപ്പോൾ റവന്യൂ കിട്ടണമെങ്കിൽ കുറച്ച് കടമ്പകളും കൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ കുറച്ച് പേർക്ക്, അപ്പോൾ ഈ ലൈവിൽ വന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, ഈ ലൈവിൽ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, വെറുതെ ചീത്തകളി കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചീത്തകളി കേൾക്കാനായിട്ടല്ല കേസ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടി. അപ്പം എനിക്ക് ഒരു തരം വന്നു, ഇനിയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം. അതേപോലെ തന്നെ എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് വരണം. നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലോങ് വീഡിയോയുടെ വ്യൂസ് കൂടി വരും വെച്ചിട്ടാണ് ഞാനിങ്ങനെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന, അതായത് ആദ്യമായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അതായത് നമുക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 50 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും ആക്കിയെടുക്കുക. നിങ്ങൾ ഷോർട്സ് ഇട്ടിട്ടോ വീഡിയോസ് ഇട്ടിട്ടോ നിങ്ങൾ എന്താ പറയുക, അത്രയും 50 സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കുക. ഈ 50 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ലൈവ് ടൈം വെക്കുക. ഇപ്പോൾ 4 മണിക്കെങ്കിൽ 4 മണിക്ക്, 3 മണിക്കെങ്കിൽ നിങ്ങൾ ഫ്രീ ആണോ, ഏത് ടൈമാണോ. പക്ഷേ ഈ ടൈമിൽ തന്നെ പിന്നീട് കയറാൻ ശ്രമിക്കുക. അപ്പോൾ ചോദിക്കും ഞാൻ ആ ടൈമിലാണോ, ഞാൻ പല ടൈമിലാണ് കയറുന്നത് കേട്ടോ. അങ്ങനെ കയറിയിട്ട് പോലും എനിക്ക് അത്യാവശ്യം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ടൈം നിശ്ചയിക്കുക. ആ ടൈമിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് കയറാൻ ശ്രമിക്കുക. അതിനകത്ത് ചീത്തവിളി വരും, തെറിവിളി വരും, തന്തയും തള്ളയും ഇല്ലാത്തവന്മാരൊക്കെ പലവരും വന്നിട്ട് ചീത്ത വിളിക്കും. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഞാൻ പഠിച്ചൊരു പാടാതാണ് കേട്ടോ. അതിനകത്ത് ചീത്ത വിളിക്കാൻ ചിലപ്പം നമ്മളെ അറിയാവുന്നവർ തന്നെ ആയിരിക്കും ഫേക്ക് ഐഡി ഒക്കെ എടുത്തിട്ട് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും അവർ വന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റി അറിയാൻ വയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾ ചമ്മുന്നത് കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യട്ടോ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് റവന്യൂ കിട്ടണം, എന്തെങ്കിലും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോവുക. വീഡിയോ ഇടുക, ഷോർട്സ് ഇടുക, ലൈവ് ചെയ്യുക. ഇത് 3 കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നേടാൻ സാധിക്കും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. എനിക്ക് റവന്യൂ കിട്ടി തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് വരെ നിങ്ങൾ ഷോർട്സും വീഡിയോസും ഒക്കെ ഇട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ലൈവ് ഒരു ടൈം നിശ്ചയിച്ചിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ 1 ഇയർ ആണ് നമ്മുടെ യൂട്യൂബ് പറയുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ യൂട്യൂബ് പറയുന്ന റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസം, അതായത് നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങണം എന്നുണ്ടെങ്കിൽ 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് ഓവറും കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സും ആക്കിയിരിക്കണം. അതാണ് യൂട്യൂബ് പറയുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഈ ഷോർട്സ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇട്ട് ഒരു 1 ഇയറിനുള്ളിൽ പെട്ടെന്ന് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കാൻ കുറച്ച് ടഫാണ് കേട്ടോ. അത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പം റീച്ച് ആയി പോകാം, ചിലപ്പോൾ അത് കാണാതിരിക്കാം. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ മിക്കവാറും ഉള്ളവർ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും. കാരണം അവരെല്ലാവർക്കും ഒരു എയിം കാണും, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടണം. ചിലർക്ക് അതൊരു പാഷൻ ആയിരിക്കാം. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടണം എന്ന് പ്രതീക്ഷിച്ചിട്ട് പോകുന്നവരായിരിക്കും കൂടുതലും ആളുകൾ. അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ. പുതിയതായിട്ട് വരുന്നവർക്ക് കേട്ടോ, ഇതിൽ ഫെയിമായിട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്കും ഒക്കെ ഇത് അറിയാവുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒരു പ്രതീക്ഷയും ഇല്ലാതെ തുടങ്ങിയ ചാനലാണ്. ഇപ്പോൾ എന്നിലേക്ക് ഇത്രയും പ്രതീക്ഷ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു പ്രതീക്ഷ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക.
അതേപോലെ തന്നെ ലൈവ് പിന്നെ ലൈവിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തൊരു കാര്യം ചെയ്താലും അതിൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. കാരണം ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്താ പറയുക, വെറും വൃത്തിയായിട്ട കുറേ എണ്ണം അതിനകത്ത് വരും. അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് പറയുന്നവന്മാർ കാണും, പോസിറ്റീവ് പറയുന്നവന്മാർ കാണും, സുഖിപ്പിക്കാൻ വരുന്നവർ കാണും, പിന്നെ നമ്മളെ സന്തോഷിപ്പിച്ച് കൊണ്ടുവരുന്നവർ കാണും, ആത്മാർത്ഥതയായിട്ട് നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരും കാണും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് പറയുന്നവരും വൾഗർ പറയുന്നവന്മാരും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. 10 പേരേ ഉള്ളൂ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരേ ഉള്ളെങ്കിൽ ആ 10 പേര് മതി നമുക്ക്. നമ്മളെ നെഗറ്റീവ് പറയുന്നവർക്ക് പൊക്കോട്ടെ, ആ ഒരു നെഗറ്റീവ് നമുക്ക് ഭയങ്കര എനർജി ആയിട്ട് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കേട്ടോ. ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് കുറേ വേട്ടാവളിമാർ വന്നിട്ട് കുറേ വേട്ടാവളി അത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതെന്താണ് ആദ്യമായിട്ട് കാണുന്ന എന്നെ, ജീവിതത്തിൽ ഇതുവരെ കാണാത്ത എന്നോട് വന്ന് ലൈവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തെറിയഭിഷേകം പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നാണ് എനിക്ക് മനസ്സിലായത്, എന്താ പറയുക, ഫലമുള്ള മാവിലേക്ക് കല്ലേറി കിട്ടുള്ളൂ. അതായത് ഞാൻ ഫസ്റ്റ് ടൈമിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടാത്ത സമയത്തും അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്തൊന്നും എനിക്ക് നെഗറ്റീവ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇച്ചിരി ഒന്ന് സബ്ബായി വന്നപ്പോഴത്തേക്ക് ഇത്രയും കുശുമ്പ് മൂത്തിട്ട് വരുന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു തൊര, കുശുമ്പ് തോന്നിക്കോട്ടെ, എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ളൊരു തൊര വന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു തൊര വരണം. കാരണം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെല്ലാവരും ഇതൊക്കെ മുന്നോട്ട് പോകാം. പിന്നെ നെഗറ്റീവ് വരും, നമ്മളെക്കാട്ടിന് വലിയ ഫെയിം ആയിട്ട് നിൽക്കുന്നവർക്ക് വരെ നെഗറ്റീവ് വരുന്നു. പിന്നെ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് വരാതിരിക്കും, വന്നോട്ടെ, കുഴപ്പമില്ല. പറയുന്നവർ അവിടെ കിടന്ന് ചിലച്ചോട്ടെ, കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നാണ്, അവിടെ കിടന്ന് കുറച്ചോട്ടെ, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിനകത്ത് വരുന്ന നെഗറ്റീവ്സ് ആണ് കേട്ടോ. ലൈവിൽ പലവരും വന്നിട്ട് ചീത്ത വിളിക്കും, തെറി വിളിക്കും, ഭയങ്കര ബോറാന്ന് പറയും, അങ്ങനെയാന്ന് പറയും, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. 10 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനത് കാണും, ആ 10 പേര് മതി. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. നെഗറ്റീവ് പറയാനായിട്ട് നമ്മുടെ ലൈവിലേക്ക് വരുന്നുണ്ടല്ലോ, അത് നമുക്കൊരു പോസിറ്റീവാണ്. കാരണം ഇപ്പം കൊള്ളില്ല, ബോറാണ്, നിനക്ക് വേറെ പണിയില്ല, നീ ഇറങ്ങി പൊക്കൂടെ എന്നൊക്കെ ചോദിച്ച് ലൈവിൽ കുറേ മാർ വന്നിട്ട് കമന്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ നെഗറ്റീവ് പറയാനെങ്കിലും നമ്മുടെ ലൈവിലേക്ക് എത്തിപ്പെട്ട് നമ്മുടെ ഒരു കമന്റ് കിട്ടുന്നിടം വരെ നമുക്ക് വേണ്ടിയിട്ട് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത്രയും നേരം നമ്മുടെ ചാറ്റിൽ നമ്മുടെ ലൈവൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അത്രയും ഉള്ള കുസുമത്തരൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോകും. തീർച്ചയായിട്ടും പുതിയതായിട്ട് വരുന്നവർക്ക് നല്ലൊരു ഇതായിരിക്കും. ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും, നിങ്ങളുടെ വാച്ചവർ കൂടും, ഉറപ്പാണ്. അപ്പോൾ ഇനി ഞാനൊരു വീഡിയോ ചെയ്യും കേട്ടോ. എനിക്ക് റവന്യൂ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരെ ലൈവ് ഇങ്ങനെ പോകും. നെഗറ്റീവ് പറയുന്നവർ അടക്കണമെന്ന് പറയും, ഞാൻ മുന്നോട്ട് തന്നെ പോകും. എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ട് ആവുന്നിടത്തോളം കാലം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ബാക്കി പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളിവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് മാറി നിന്ന് കുറ്റം പറയുന്ന കുറേ ആളുകളുണ്ട്, അവരോട് ഇന്ന് പറയത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഇത് തന്നെയാണ് കേട്ടോ, ഒരു മോട്ടിവേഷൻ തന്നെയാണ്. നിങ്ങൾക്കത് മോട്ടിവേഷനായിട്ട് തോന്നിയോ തോന്നുന്നു എനിക്കറിയില്ല. എന്തായാലും ആദ്യമായിട്ട് തുടങ്ങുന്നവർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുക. പിന്നെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബ് എന്താണെന്ന് അറിയുക. യൂട്യൂബിലെ റൂളുകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ്. അപ്പം ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാൾക്കാണെങ്കിൽ ഫസ്റ്റിലെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിന് പേരൊക്കെ കൊടുത്തു, നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ ഫസ്റ്റിലെ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുക, ഷോർട്സുകൾ ധാരാളം ഇടുക. അങ്ങനെ ഇട്ടിട്ട് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കുക. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. തീർച്ചയായിട്ടും ലൈവിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം സംഭവിക്കും. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസ് കൂടും, നിങ്ങളുടെ വാച്ച് ഓവർ കൂടും. നമ്മൾ ആ ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് ഓവർ കൂടും. അപ്പം അങ്ങനെയെല്ലാം നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ ഉണ്ടാക്കിയെടുക്കുക. കാരണം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കുണ്ടാകുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സ് അല്ല. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറയ്ക്കാൻ ഉള്ള ഒരു കാരണമാവും. കാരണം നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ 5, 6, 7 പേരൊക്കെ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസ് ഒരു 5 മിനിറ്റെങ്കിലും കാണാതെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്ക്രൈബേഴ്സും നമ്മുടേത് പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ച് നേരം കണ്ടിട്ടായിരിക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ തന്നെ കാണും. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവുക. എനിക്ക് ഫസ്റ്റിലെ പറയാനുള്ളത് യൂട്യൂബിനെ പറ്റി എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കുറേ മിസ്റ്റേക്കുകൾ മാറ്റാനും പറ്റും. പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഓൺ ആവും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് ലാഗ് അടുപ്പിച്ചോ ബോറായോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആയെങ്കിൽ തന്നെ ക്ഷമിച്ചോ, അല്ല ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയാം കുറച്ച് വീഡിയോ ലാഗായി കാണും. എനിക്കിത് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഡെയിലി ഇനിയിപ്പോൾ ശീലം ആയിക്കോളുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ സംസാരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയും വരും. റവന്യൂ ഒക്കെ കിട്ടിയതിന് ശേഷം പൈസ ഒക്കെ കാണിച്ചിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ. ഓക്കെ, ബൈ.